എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വളരെ പോപ്പുലർ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഹാഷ് ബ്രൗൺ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊള്ളിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ വെറൈറ്റീസ് ഒന്നും തന്നെയല്ല. ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വലിയ ഹോളുള്ള ഗ്രേറ്ററിൽ കൂടിയാണ് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, തീരെ ചെറുതായിട്ട് ഒരിക്കലും ഗ്രേറ്റ് ചെയ്തെടുക്കരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഐസ് വാട്ടറിലേക്ക് ഇത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആവുമ്പോൾ ഗ്രേറ്റ് ചെയ്തത് കുറച്ചാവുമ്പോൾ തന്നെ അത് ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് വരില്ല. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇതിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് നന്നായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം. അപ്പോഴായിരിക്കും ഹാഷ് ബ്രൗൺ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിതൊരു 4 പ്രാവശ്യത്തോളം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. ഐസ് വാട്ടറിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഹാഷ് ബ്രൗൺ കറക്റ്റായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. ഇതെന്നൊക്കെ പറയുന്നത് നല്ലൊരു അടിപൊളി സ്നാക്ക് അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് ഇനി ഇട്ട് കൊടുക്കുകയാണ്. സ്ട്രെയിനറിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മളൊന്നില്ലെങ്കിൽ ഒരു ക്ലോത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ തന്നെ ആയിരിക്കും വെള്ളം നന്നായിട്ട് തന്നെ പോയി ഇത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു മോയ്സ്ചർ കണ്ടൻ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയില്ലാതെയും നമുക്ക് ഹാഷ് ബ്രൗൺ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വരുമെന്ന് മാത്രം. മുട്ട കഴിക്കാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവും. പിന്നെ മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ അളവൊന്നും ഒരിക്കലും കൂടിപ്പോയരുത്. ഈ ഒരു അളവിൽ തന്നെയാണ് മതി, അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ട് മാറും ഇത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അളവിൽ വെളുത്തുള്ളി മുറിച്ചത്, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരിക്കലും ഇതിലേക്ക് ചേർക്കരുത്. ഇനി ഇതിലേക്ക് ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം അളവിൽ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൊസറല്ല ചീസാണ്. ഏത് ടൈപ്പ് ചീസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ചീസ് ഓപ്ഷണലാണ്. ചീസ് ഇല്ലാതെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചതച്ച മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ചതച്ച മുളകിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. അപ്പോൾ തീരെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചതാണ് ഞാൻ ചേർക്കണത്. അപ്പോൾ സവോള എപ്പോഴും ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ ചേർക്കണത്. അപ്പോൾ ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും, കൂടുതൽ അടിപൊളിയായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഒറിഗാനോ ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചേർക്കുക. പെട്ടെന്ന് ഉപ്പ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു റെസിപ്പിയിൽ. കാരണം ചീസിൽ ഉപ്പുണ്ട്, അതുപോലെ ഒറിഗാനോ ഫ്ലേക്സിൽ ഉപ്പുണ്ട്. അപ്പോൾ വളരെ കുറച്ച് തന്നെ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോവും ഉപ്പ്. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തതല്ലേ, ഇത് ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് അളവ് തോന്നും, പക്ഷെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അളവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് മൈദ ഇപ്പോൾ ചേർക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ്. മൈദയുടെ അളവും ഒരുപാട് കൂടിപ്പോരുത്, അപ്പോഴും ഹാഷ് ബ്രൗൺ കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം കയ്യിൽ വെച്ചിട്ട്. ആ ഒരു രീതിയിൽ അത്യാവശ്യം ഒരു മോയ്സ്ചർ കണ്ടൻറ്റോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എഗ്ഗൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ എന്തായാലും ആവശ്യത്തിനുള്ളൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇതിൽ എന്തായാലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ കറക്റ്റായിട്ടുള്ളൊരു അളവിൽ തന്നെയാണ്. അതുപോലെ ഉരുളക്കിഴങ്ങിലും ചെറുതായിട്ടൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ളൊരു അളവിൽ തന്നെയാണ്. പിന്നെ ഒരുപാട് മൈദ ചേർത്തിട്ട് ഇത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കരുത്, അപ്പോഴും അത് നന്നായിട്ട് വരില്ല. കുറച്ചൊരു ചെറിയൊരു ലൂസായിട്ടുള്ളൊരു രീതിയിൽ തന്നെയായിരിക്കണം ഇത് ഇരിക്കേണ്ടത്.
നമ്മൾ ഈ ചേർത്ത് കൊടുത്ത ഇറ്റാലിയൻ ഹെർബ്സും അതുപോലെ ബാക്കി സവോള അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാവിടെയും നന്നായിട്ട് തന്നെ എത്തണം. അപ്പോൾ നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്യണതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. ഇപ്പോൾ ഇത് കറക്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബോളാക്കി മാറ്റാൻ നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, കയ്യിൽ നമുക്ക് മാറ്റി 2 കൈയിലേക്കും വെച്ച് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്താണെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ പോലെയുള്ള എണ്ണകളൊന്നും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഫ്ലേവർ ഇല്ലാത്ത എണ്ണകളായിരിക്കും ഈ ഒരു റെസിപ്പിക്കൊക്കെ നന്നായിട്ട് തന്നെ വരിക. ഇനി കയ്യിലേക്ക് ഒരു ബോൾ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കനം നന്നായിട്ട് കുറവായിരിക്കണം. ഒരിക്കലും ഒരുപാട് തിക്കായിട്ട് നമ്മളിത് പരത്തിയെടുക്കരുത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടും വരില്ല, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും വരില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് കൂടുതലും ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ആയിരിക്കും കൂടുതൽ കാണുക. ഷേപ്പിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ തിക്നെസ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ആയിരിക്കും ടേസ്റ്റ് വൈസ് നന്നായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയ്ക്ക് ചൂടുണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഓയിൽ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്തും ഇതൊന്ന് ഷേപ്പ്ലെസ് ആവാൻ സാധ്യതയുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലോ, ഓവൽ ഷേപ്പിൽ വേണമെങ്കിലോ ഓവൽ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ റെഡിയാക്കി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം. കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ എളുപ്പത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യേണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കോരി വെച്ചിട്ട് അങ്ങനെയും ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക, തിന്നാവണം, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു തവി ഉപയോഗിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്യുമ്പോഴാണല്ലോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുക. അപ്പോൾ ഇതാകുമ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു റെസിപ്പി വെറുതെ കുരുമുളക്, ഉപ്പ്, അതുപോലെ മൈദ കുറച്ച് മാത്രം ചേർത്തിട്ട് അങ്ങനെയും തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചീസ്, അതുപോലെ മുട്ട, ഇതൊക്കെ ഓപ്ഷണൽ തന്നെയാണ്. ഇറ്റാലിയൻ സീസണിങ്, അതായത് ഇപ്പോൾ ഞാൻ ഒറിഗാനോ ഫ്ലേക്സ് ചേർത്ത് കൊടുത്തുല്ലോ, അതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ അതും കൂടിയും ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നു മാത്രം. അപ്പോൾ നമുക്കിത് ടിഫിൻ ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്, അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ട് വരും, ഉൾഭാഗം കുറച്ച് ഫ്ലഫി ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. ഇപ്പോൾ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക, പൊട്ടിപ്പോവാത്തൊരു രീതിയിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം അതുപോലെ തന്നെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തല്ലേ എടുക്കണത്, അപ്പോൾ കുറച്ച് പ്രാവശ്യം തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും 2 ഭാഗവും ഒരുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ആദ്യം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിക്കോളും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഹാഷ് ബ്രൗൺ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയായിരിക്കും.
അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ നഗറ്റ്സ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരണ വരെയായിരുന്നു ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. അത് നമ്മളെടുക്കണ ഉരുളക്കിഴങ്ങിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോണ രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഒരുപാട് വാട്ടറായി പോവുകയും ചെയ്യരുത്. ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഓക്കെയാണ്, പക്ഷേ വലിയ തരികളൊന്നും വേണ്ട കേട്ടോ ഇതിൽ. ഇത് മാറ്റി വയ്ക്കുക. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സവോളയുടെ പകുതി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. സവോള ചേർത്ത് കൊടുക്കുമ്പോൾ അളവ് കൂടി പോരുത് കേട്ടോ, ഇത്ര തന്നെ മതി. അതുപോലെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പോളം അളവിൽ മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. സവോള കൂടിപ്പോയി കഴിഞ്ഞാലും അതുപോലെ മല്ലിയില കൂടിപ്പോയി കഴിഞ്ഞാലും ഇത് ഒരുപാട് വാട്ടറായിട്ട് മാറും. അപ്പോൾ നന്നായിട്ട് വരില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വരില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്, മധുരമുള്ള ബ്രെഡ് അല്ല കേട്ടോ. ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ഒരു 1/4 കപ്പോളമൊക്കെ മതിയാവും. ഇനിയൊരു 1/4 കപ്പ് അളവിൽ സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫ്രോസൺ സ്വീറ്റ് കോൺ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രഷ് സ്വീറ്റ് കോൺ ആയാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോണൊക്കെ നല്ല മധുരമല്ലേ, അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ക്യൂബ് ചീസാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് തന്നെ വരും. ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചീസിൽ ഉപ്പുണ്ടാവും. പിന്നെ നോക്കിയിട്ട് അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ചെറിയ തരികളോട് കൂടി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് മതി. ഇനി ഇത് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ടാണ് വരുന്നത്. മിക്സ് ചെയ്തെടുക്കും തോറും കുറച്ച് അതായത് ഹാർഡായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. പിന്നെ ഒരുപാട് ഹാർഡായിട്ട് ഇരിക്കരുത് ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂണൊക്കെ വരെ ആവാട്ടോ. ഒരുപാട് ഫ്ലേവറോട് കൂടി, അതായത് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ അത്രയ്ക്ക് വേണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/4 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് ഇതൊരു ലൂസ് ആയിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കരുത്, നന്നായിട്ട് ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളമാണ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതെടുക്കാം. അതുപോലെ ഈ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും ഈ ഒരു ബാറ്ററും എടുത്ത് വയ്ക്കുക. അതുപോലെ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്, നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ കയ്യിൽ നല്ല പോലെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. എണ്ണ ഇതുപോലെ തടവി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സ് എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ഈ മിക്സിയിൽ നിന്ന് കുറച്ചെടുക്കുക, ചെറിയ ചെറിയ ബോൾസ് മതി കേട്ടോ നമുക്ക്. അതിനുശേഷം ഇതുപോലെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നഗറ്റ്സിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതിലൊന്ന് മുക്കിയെടുക്കുക. മുക്കിയതിന് ശേഷം അപ്പോൾ തന്നെ എക്സസ് ആയിട്ടുള്ള ആ ഒരു ബാറ്റർ മാറ്റിയതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. നല്ലപോലെ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ വേണ്ടിയിട്ട് കോട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം തന്നെയാണ് ഞാനിത് കോട്ട് ചെയ്തെടുക്കണുള്ളൂ. പക്ഷേ നന്നായിട്ട് തന്നെ കോട്ടായിട്ട് വരണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കുടഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ സൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ആക്കാട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ നഗറ്റ്സാണ് തയ്യാറാക്കുന്നത്. ഇതിനേക്കാളും ചെറുത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. ഞാനിനി എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. കണ്ടില്ലേ, എല്ലാം ഇതുപോലെ ഇപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിതിപ്പോൾ തയ്യാറാക്കി അപ്പോൾ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ സ്റ്റോർ ചെയ്ത് വെക്കാം. 1 മാസം വരെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പക്ഷേ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ നഗറ്റ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കണ്ട, ആവശ്യത്തിന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് അബ്സോർബ് ചെയ്യും ഈ ഒരു പൊട്ടറ്റോ നഗറ്റ്സ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതായത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും കുക്കായിട്ട് വരാനൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരിക, അത്രേ തന്നെ മതി. പിന്നെ ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുക. തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയാലും ഇത് എണ്ണ അബ്സോർബ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തന്നെ നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നോട്ടെ കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ മതി. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇനി ഇതിപ്പോൾ കോരി മാറ്റിയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിരിക്കും. ഉൾഭാഗം ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറോട് കൂടി തന്നെയായിരിക്കും ഇരിക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ചീസും അതുപോലെ സ്വീറ്റ് കോണും ചേർത്ത് കൊടുത്തിരുന്നില്ലേ. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സ്വീറ്റ് കോണും അതുപോലെ ചീസും ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.